ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSLC ബയോളജി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നമ്മൾ പഠിക്കണം, ഇഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഏതൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കറിയാം, ബയോളജി എന്ന് പറയുന്നത് പലവർക്കും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, കുറേ രോഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും ചിലവരുടെ ഇനി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും. ഒരു ടിപ്പ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാൽ എത്ര പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും A+ലേക്ക് എത്താൻ സുഖമായിട്ട് പറ്റും. അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബയോളജി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ടാണ് ബയോളജി ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ പലർക്കും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്നൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചെറിയൊരു ഡൗട്ടൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാതെ അതൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പം കൂടി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലം മോഡൽ എക്സാം ടഫായിരുന്നു ബയോളജിയുടെ. വളരെ അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും ടഫ് ആവുകയാണെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അവിടെ നേരം പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് വന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കി പഠിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം. ഇനി എങ്ങനെയാണ് മനസ്സിലാക്കി പഠിക്കേണ്ടത് അതും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യം നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക് ജസ്റ്റ് ഇപ്പോൾ ഇതാണ് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു നമുക്ക് നമ്മുടെ മനസ്സിലാകുന്ന അത്രയും നമ്മൾ വായിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് മനസ്സിലാകുന്ന അത്രയും വായിക്കാം, ഒന്നുകൂടി വായിക്കാം. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. അതിനുശേഷം അതൊന്ന് മലയാളത്തിലേക്ക് പറഞ്ഞു നോക്കാം. നമ്മുടെ ഭാഷയിൽ മലയാളം ആയിക്കോട്ടെ, നമുക്ക് മനസ്സിലാവുക വേണ്ടുള്ളൂ. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് ഭാഷയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. എന്താണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളത് നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെയാണ് അവിടെ പറയുന്നത്. ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് അവിടെ പറയുന്നത്, എന്നിട്ട് നമുക്ക് തന്നെ അത് പറഞ്ഞു കൊടുക്കുക എന്താണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബ്രെയിന് എന്താണ് ഇതിലൂടെ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കും പഠിച്ചെടുക്കാം. പക്ഷെ കുറച്ച് നേരം എടുക്കും. എന്നാൽ പോലും നേരെ എടുത്ത് പഠിച്ചാൽ പോലും നമുക്ക് ആ പഠിക്കുന്ന കാര്യം പിന്നീട് മറക്കാതിരിക്കാൻ വളരെ സിമ്പിളായിട്ട് പഠിച്ചു തീർക്കാൻ, പിന്നീട് നമ്മൾ എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടോപ്പിക്സ് പഠിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ വരാനായിട്ട് ഈ ഒരു ടിപ്പ് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ടിപ്പ് വെച്ചിട്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആ ബോണസ് ടിപ്പ് എന്ന് പറയുന്നത്. മാക്സിമം നമ്മളൊരു 5-6 കൊല്ലത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 5-6 8 10 കൊല്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് A+ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചില ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ, അത് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ വിചാരിച്ചുകൊണ്ട് നമ്മൾ കാണാപ്പാഠം പഠിക്കരുത്. ആ പഠിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നല്ല രീതിയിൽ തന്നെ ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ലെവൽ ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും ഫുൾ മാർക്ക് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. A+ ലെവലിലത്തെ ഒരു 5-6 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മാക്സിമം നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ബയോളജി ടഫായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആകും. അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാത്ത, പഠിച്ചു തീരാത്ത, പകുതി വെച്ച് നിൽക്കുന്ന ഒരാൾക്കാർക്കൊക്കെ ഏത് ക്ലാസ്സിനായിക്കോട്ടെ, 10th ആയിക്കോട്ടെ, +1 +2 ഏത് ക്ലാസ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്ന കാര്യം. ഈ ഒരു ടിപ്പ് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എത്ര പഠിക്കുന്ന ആളായിക്കോട്ടെ, പഠിക്കാത്ത ആളായിക്കോട്ടെ.
എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ചാപ്റ്ററിൽ നിന്നും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ലാബലിംഗ് പഠിക്കണം. മെയിനായിട്ട് ന്യൂറോണിൻ്റെ ലാബലിംഗ് പഠിക്കണം, അതുപോലെ തന്നെ ബ്രെയിൻ്റെയും പഠിക്കണം. ഒപ്പം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാബിൽ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ വരയ്ക്കുക കൂടിയും ചെയ്യണം. ചിത്രം നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുമ്പോൾ അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തന്നിരിക്കുന്ന ചിത്രത്തെ ജസ്റ്റ് ഒന്ന് ആൻസർ പേപ്പറിലേക്ക് റീഡ്രോ ചെയ്തുകൊണ്ട് അതിൽ ലാബിൽ ചെയ്യാനാണ് ചോദിക്കുക. പിന്നെ ന്യൂറോണിൽ എപ്പോഴും ലാബിൽ ചെയ്യാൻ ചോദിക്കാറുള്ള ചോദ്യമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഏത് പാർട്ടാണ് കെമിക്കൽ സബ്സ്റ്റൻസിനെ സിക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. സിനാപ്റ്റിക് നോബാണ് ആ ഒരു അറ്റത്ത് ന്യൂറോണിൻ്റെ ഏറ്റവും എൻ പാർട്ടിൽ കാണപ്പെടുന്ന ആ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതാണ് അത് നോക്കി വെക്കണം. അതുപോലെ തന്നെയാണ് സ്പൈനൽ കോഡ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാതെ പോരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് വരും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, സ്പൈനൽ കോഡ് നോക്കിയിട്ട് പോവുക. വിൻഡോസ് ഓഫ് നോളജ് ആണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഐയുടെ പാർട്സ് ലാബിൽ ചെയ്യാൻ പഠിക്കണം. എപ്പോഴും ചോദിക്കാറുള്ളതാണ്, കണ്ടോ കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റോഡ് സെല്ല്, അതുപോലെ തന്നെ കോൺ സെല്ല്, അത് ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഇയറിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ ഒരു എസ്സേ പോലെയൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല. കണ്ടോ കുറേ വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. മെയിനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു പാത്ത് വേ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. സൗണ്ട് വേവ്സ് പിന്നാ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു പാത്ത് വേ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്, അത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്താണ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. അത്യാവശ്യം മാർക്കിനൊക്കെ വരാറുള്ള ചാപ്റ്ററാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്, അങ്ങനെയുള്ള കുറേ ഗ്ലാൻഡൊക്കെ പഠിക്കാനുണ്ടല്ലോ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കുറേ ഉണ്ട്, പാൻക്രിയാസ് അങ്ങനെ കുറേ ഉണ്ട്. പാൻക്രിയാസ് ഒക്കെ എപ്പോഴും ചോദിക്കാനുള്ളതാണ്. അതുപോലെയാണ് ഇത് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഏതൊക്കെയാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഹോർമോൺസ്? എപ്പിനെഫ്രൈനും ഉണ്ട്, നോർ എപ്പിനെഫ്രൈനും ഉണ്ട് അല്ലെ, 2 പാർട്ട് ഉണ്ട്. ഔട്ടർ കോർട്ടെക്സും ഇന്നർ മഡില അങ്ങനെ എന്തൊക്കെയോ അല്ലേ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയുള്ള പാർട്സ് ഉണ്ട്. അതുപോലെ തന്നെ അവർ പല ഹോർമോൺസിനെ ആക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് എപ്പിനെഫ്രിൻ, എന്താണ് നോർ എപ്പിനെഫ്രിൻ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഇവരുടെ പാർട്സിന് തന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. മെയിൻറ്റെയിൻ വാട്ടർ ലെവൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പോയിന്റ്സ് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇൻസുലിൻ, ഗ്ലൂക്കഗൺ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യം. പിന്നെ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് പഠിക്കാനുണ്ട്, ഡയബറ്റീസ് മെലിറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടോയെന്ന് അറിയില്ല, ഇൻസിപ്പിഡസ് ഉണ്ട് തോന്നുന്നു. അങ്ങനെ ഡയബറ്റീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ എത്തിലീൻ എന്താണ്, എത്തിലീൻ എന്ന് പറഞ്ഞ ഒരു ഗേഷ്യസ് ഹോർമോണാണ്. റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട്സിനും ലീവ്സിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എത്തിലീൻ്റെ ഒരു ഫോമാണ് എത്തിഫോൺ എന്ന് പറയുന്നത്. അത് ലാർജ്ലി യൂസ്ഡ് ഇൻ ദ അഗ്രികൾച്ചറൽ ഫീൽഡ് അല്ലേ, അഗ്രികൾച്ചറൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഒരു ഡിസീസ് വന്നിട്ട് അതിൻ്റെ സിംറ്റംസ് വരും, എന്നിട്ട് അത് ഏതാ ഡിസീസ് എന്ന് കണ്ടുപിടിക്കുക. ക്രെട്ടിനിസം, അതുപോലെ തന്നെ പിന്നെ അക്രോമെഗലി, ഇങ്ങനെ കുറേ ഡിസീസസ് ഇല്ലേ, അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കുക. പിന്നെ ഇതാണ് ഇപ്പിനെഫ്രീനും നോർ എപ്പിനെഫ്രീനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹൻസ് എവിടെയാണ് കാണപ്പെടുന്നത്, അത് പാൻക്രിയാസിലാണ് കാണപ്പെടുന്നത്. ഏത് ഗ്ലാൻഡിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ പാൻക്രിയാസിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മാച്ച് ദ ഫോളോയിങ്, അസുഖങ്ങൾ തന്നിട്ട് സിംറ്റംസുമായിട്ട് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാറുള്ള ഒരു പാഠം തന്നെയാണ് ഇത്. തൈമസ് ഗ്ലാൻഡിനെ കുറിച്ചിട്ട് എപ്പോൾ ചോദിക്കാറുള്ളതാണ്. തൈമസ് ഗ്ലാൻഡ് എങ്ങനെ ചോദിക്കാറുള്ളത്, ദ ഗ്ലാൻഡ് ഈസ് ആക്റ്റീവ് ഡ്യൂറിംഗ് ഇൻഫാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്ത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. ആസ് വി റീച്ച് പ്യൂബർട്ടി ഇറ്റ് വിൽ എന്ത് ചെയ്യുന്നു, ഷ്രിങ്ക്സ്. അങ്ങനെ അതുകൊണ്ട് തന്നെ തൈമസ് ഗ്ലാൻഡ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം, എപ്പോൾ ചോദിക്കാറുള്ളതാണ്. ഒരു ചാപ്റ്ററാണ് കീപ്പിംഗ് ഡിസീസസ് അവേ. കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന് പറയുമ്പോൾ കുറേ ഡിസീസസ് ആണ് അതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം, കുറേ അല്ലേ, കാരണം ഡിസീസിനെ കുറിച്ച് ആകുമ്പോൾ നമുക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഡിസീസിനെ, സിക്കിൾ സെൽ അനീമിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫ്തീരിയ, അപ്പോൾ ഡിസീസിനെ കുറിച്ചിട്ട് പഠിക്കുക, അതൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാഗോസൈറ്റോസിസ് ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, ആ കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിന്റെ പ്രോസസ്സുകൾ എന്താണ്, നെറ്റ്വർക്കായിട്ട് അവിടെ നിന്ന് വരുന്ന വേസ്റ്റിനെ ഒക്കെ എന്ത് ചെയ്യുന്നു, ട്രാപ്പ് ചെയ്യുന്ന ആളാണ് അതെന്ന് പറയുന്നത്, ഒരു ത്രോംബിൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക്. അതിനെ കുറിച്ചിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പഠിക്കാനുണ്ട്, അത് കാണാതെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ECG, CT സ്കാൻ, ഇതിൻ്റെയൊക്കെ യൂസസ് എന്താണ്, അത് നമുക്കൊരു ബോക്സിൽ പഠിക്കാനായിട്ടുണ്ട്, അതെന്താ നോക്കുക, അതൊക്കെ. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഇത് 3 പഠിച്ചു വെക്കാതെ ഇതൊക്കെയാണ്. എയുടെ ആണെങ്കിൽ ആന്റിജൻ എന്ന് പറയുന്നത് അത് എ തന്നെയാണ്, ആന്റിബോഡി ബി ആണ്. ബ്ലഡ് ഗ്രൂപ്പ് പി ആണെങ്കിൽ ആന്റിജൻ ഡി ആണ്, ആന്റിബോഡി എ ആണ്. അങ്ങനെ കാര്യങ്ങൾ നോക്കി വെക്കുക. അടുത്തതാണ് ലിംഫോസൈറ്റ്, 2 ഉണ്ട്, അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഫാഗോസൈറ്റിക് സെല്ല്, ഏതൊക്കെ മോണോസൈറ്റും ലിംഫോസൈറ്റും, അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആന്റിബയോട്ടിക്സിന്റെ അമിതമായിട്ടുള്ള യൂസേജ് കൊണ്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, നോക്കുക. പിന്നെ അതുപോലെ തന്നെ വാക്സിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കുന്നുണ്ട്, ആരെ കണ്ടെത്തിയത്, അങ്ങനെ എന്തൊക്കെയോ പഠിക്കുന്നില്ല, അതൊക്കെ നോക്കി വെക്കുക.
അടുത്ത ചാപ്റ്ററാണ് അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്. എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ് ഈ ഒരു നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത്. എല്ലാ എക്സാമിനും മിക്ക എക്സാം ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിനെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. കുറേ വട്ടം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ. പിന്നെ RNA DNA ഡിഫറെന്റ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ് എന്താണ് ചിത്രം കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് വേരിയേഷൻ ആക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് മറ്റേ ഒരു പ്രോസസ്. പിന്നെ എന്താണ് പ്രോട്ടീൻ സിന്തസിസ്, ആരാണ് അവിടെ മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്, റൈബോസോംസ് ആണ്. അതുപോലെ നമ്മുടെ ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ഇൻസുലിൻ ഉണ്ടാക്കി, എങ്ങനെയാണ് ഇൻസുലിൻ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ഹ്യൂമൻ സെൽ ആൻഡ് ബാക്ടീരിയൽ സെൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിത്രം തന്നെ പഠിച്ചിരിക്കണം, ചിത്രം പഠിക്കണം, അത് അതിനെ കൂടെ എഴുതി പോകുന്നുണ്ട്. ഈ ഒരു പോയിന്റ്സും കൂടി പഠിച്ചിട്ട് തന്നെ പോകണം, എന്നാൽ മാത്രമാണ് അവിടെ മെയിനായിട്ട്. പിന്നെ ജീൻ തെറാപ്പി എന്താണ്, അതുപോലെ തന്നെ DNA ഫിംഗർ പ്രിന്റിംഗിന്റെ യൂസസ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കി വെക്കുക. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഇൻസുലിന്റെ ഫോർമേഷൻ നോക്കണം. അതുപോലെ തന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്താ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ഈച്ച് പേഴ്സൺ ഡിഫേഴ്സ്. അതുകൊണ്ടാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് കൃത്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ദ പാത്സ് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്, വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം മനുഷ്യന്മാർ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യങ്ങൾ, ഈ ഒരു രീതിയിൽ എത്തിയത്, അവരുടെ ഒരു ചേഞ്ചിങ് ആണ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതായിരുന്നു യൂറി മില്ലർ എക്സ്പെരിമെന്റ് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബാക്ടീരിയാസ് ഉണ്ടായത്, അങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പല റിയാക്ഷൻസ് നടന്നുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ബോക്സിനോട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു പോകാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഒരു 5-6 കൊല്ലം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും കാണാൻ പഠിക്കരുത്. അതിന് പകരം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. സോ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് ദെൻ ബൈ.